നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഫോട്ടോ എടുക്കാമല്ലോ. എത്ര വേണേലും എടുത്തു. എന്നാ പിന്നെ ഫോട്ടോ എടുത്തോ. ആദ്യം പാർവതിയുടെ തന്നെ ആവാം. ചെല്ല. ഇരിക്ക. ഇനി സാറിരിക്കും. വിശാൽ സർ, പാർവതി വാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ സൗന്ദര്യം. ഈ മണിചന്ദ്രമാലയൊക്കെ അണിഞ്ഞ് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ പിന്നെ ആണടം. മണിചന്ദ്രമാല അണിഞ്ഞപ്പോ നിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടി. ദേ, സാർ എന്നെ കാണുമ്പോ കൂടുതൽ സുന്ദരിയാണെന്ന് പറയുമ്പോഴേ എനിക്ക് വല്ലാത്ത നാണം തോന്നുന്നു. അതിനെന്തിനാ നാണിക്കുന്നേ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്നാലും കേൾക്കുന്ന എനിക്ക് ഒരു ചമ്മലില്ലേ? താനേ കൂടുതൽ ചമ്മൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. ശരി ആയിക്കോട്ടെ. ഞാനിപ്പോ വന്നതേ ഒരു കാര്യം പറയാനാ. മണിചന്ദ്രമാല ഊരി തിരികെ ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കാം. ചെറിയമ്മ അത് കൊണ്ടേ തിരികെ ലോക്കറിൽ തന്നെ വെച്ചോട്ടെ. എന്തിനാ ഇപ്പൊ ഇത് ഊരി കൊടുക്കുന്നേ? ഇത് കഴുത്തി കിടക്കുന്നോണ്ട് പാർവതിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ? ഉണ്ട്, ഇത്തിരി ഭാരം തോന്നുന്നുണ്ട്. ഓ പിന്നെ ഭാരം. പണ്ടത്തെ റാണിമാരെ കിലോ കണക്കിന് സ്വർണ്ണ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിനിപ്പോ അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതേ എന്റെ സുന്ദരിയുടെ കഴുത്തി കിടന്നാ മതി. എവിടെ? ഞാനിതിന്റെ സൗന്ദര്യം ഒന്നുകൂടെ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.